കേരളത്തിലെ 2 സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര അലേർക്കറിനെ ഇന്ന് സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാലയിലെയും സാങ്കേതിക സർവകലാശാലയിലെയും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് സുധാൻഷു ദില്ലിയുടെ അധ്യക്ഷതയിലുള്ള സമിതി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ തീരുമാനമെടുക്കുന്നില്ല എന്നായിരുന്നു ഇന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ജെ.ബി. പർഡിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് സംസ്ഥാന ഗവർണറുടെ നടപടിയെ അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചത്. ജസ്റ്റിസ് ദുലിയയുടെ സമിതി നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, ജസ്റ്റിസ് ദുലിയ സമിതിയെ രൂപീകരിച്ചത് തങ്ങളാണ് എന്നും ജസ്റ്റിസ് ദുലിയ സമിതി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് വെറും കടലാസ് കഷ്ണമല്ല എന്നുമാണ് ജസ്റ്റിസ് ജെ.ബി. പർഡിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് ഗവർണറുടെ അഭിഭാഷകനോട് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഗവർണർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഇതിൽ തീരുമാനമെടുക്കുന്നതിന് എത്ര സമയം, അതായത് ഇതിൽ തീരുമാനമെടുക്കുന്നതിന് ചെറിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അതിന് പ്രധാനമായ കാര്യം ഈ സമിതിയുടെ ശുപാർശ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായിട്ടുണ്ട്, പക്ഷേ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ്. എന്നാൽ കോടതി ആ ഒരു വാദം അംഗീകരിക്കുവാൻ വേണ്ടി തയ്യാറായില്ല. മറിച്ച് ജസ്റ്റിസ് ദുലിയ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയാണ് എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അടിയന്തരമായ തീരുമാനം എടുക്കണമെന്നും ഒരു ആവശ്യമാണെന്ന് കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. തുടർന്ന് ഈ സംസ്ഥാന ഗവർണറോട് അടിയന്തരമായി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുവാനാണ് ഇന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള കാലതാമസം ഉണ്ടാകരുതെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ കേരളത്തിലെ 2 സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ആണ് ജസ്റ്റിസ് ദുലിയയുടെ അധ്യക്ഷതയിലുള്ള സമിതിക്ക് സുപ്രീം കോടതി രൂപം നൽകിയിരുന്നത്. ഈ സമിതി വിവിധ ഈ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ആ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടാണ് പിന്നീട് മുഖ്യമന്ത്രി ഗവർണറുടെ പരിഗണനയ്ക്ക്, ചാൻസലറായ ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നത്. പക്ഷേ ഗവർണർ അതിൽ തീരുമാനം എടുത്തിരുന്നില്ല. ഗവർണർ അതിൽ സ്വീകരിച്ചിരുന്ന നിലപാട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ തനിക്ക് വേണമെന്നതായിരുന്നു. എന്നാൽ ഇന്ന് കോടതി പറഞ്ഞത് ഗവർണർക്ക് ആ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി കഴിയില്ല, മറിച്ച് സമിതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ പിന്നീട് കോടതിയാണ് പരിഗണിക്കേണ്ടതെന്നാണ് ജസ്റ്റിസ് ജെ.ബി. പർഡിവാല വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗവർണർമാരുടെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ സുപ്രീം കോടതിക്ക് എത്രത്തോളം ഇടപെടാമെന്ന ചർച്ചകൾക്കിടയിലാണ് ജസ്റ്റിസ് ജെ.ബി. പർഡിവാല ഇന്ന് കേരള ഗവർണർ രാജേന്ദ്ര അലേർക്കറോട് ഇതുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടുത്ത ആഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുവാനും സുപ്രീം കോടതി ഇന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്.